സാധാരണ നമ്മൾ സൂര്യോദയം സൂര്യാസ്തമയമൊക്കെ കാണാൻ വേണ്ടി ബീച്ചിൽ പോകാറുണ്ട്. എന്നാൽ കുവൈത്തിൽ സൂര്യോദയം അതിൻ്റെ ഏറ്റവും ഭംഗിയോടുകൂടി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളെല്ലാം കൂടെ യാത്ര ചെയ്തത് അങ്ങോട്ടായിരുന്നു. അതിരാവിലെ ഈ മുത്തലയിൽ വന്നിട്ട് ഈ മലമുകളിൽ നിൽക്കുമ്പോൾ വളരെ തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. കണ്ടില്ല, ഇവിടെ ചെറിയ ഈ മൊട്ടക്കുന്നുകളുണ്ട്, അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ടീംസ് മൊത്തം. ദൂരെ എന്തല്ലേ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്, നല്ല യെല്ലോയിഷ് കളർ, ഓറഞ്ച് കളർ. തണുത്ത് കുറച്ച് ഇറങ്ങിയാന്നില്ലേ. നമ്മുടെ ക്യാമറമാൻ അംജദ് അടിപൊളി ഫോട്ടോ എടുക്കുന്നുണ്ട്. കുന്നിന്റെ മുകളിൽ വന്നിട്ട് എക്സസൈസ്, മോർണിംഗ് എക്സസൈസ് നമ്മുടെ ശംഷീറിന്റെ നേതൃത്വത്തിൽ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ ഇതാ വരുന്നു നമ്മുടെ സൂര്യൻ. കാണാൻ എന്തൊരു ഭംഗി എന്ന് പറഞ്ഞാൽ ശരിക്കും അമ്പരന്ന് പോയി. ഒരു ചെറിയ പൊട്ടുപോലെ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചു വരുന്ന, പിന്നെ അതിനുശേഷം അതിൻ്റെ കളറ് മാറി, റെഡ് മാറി, ഓറഞ്ച് വന്നു. കുറേ സമയം ഒരു വലിയ ഗോളമായിട്ട് ഇങ്ങനെ നിന്നു. പിന്നീട് ഒരു സൂര്യ തേജസ് എന്നൊക്കെ പറയില്ലേ, പിന്നീട് പൂർണ്ണ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് അതങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോയി. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഹലോ ഗായ്സ്, നമ്മള് മുത്തലയിലുള്ളത്. മുത്തലയിൽ ഫുൾ ടീം വന്നിട്ട് അടിപൊളി സെറ്റപ്പ്. നമ്മള് സൺറൈസ് ഒക്കെ കണ്ടു, സൂപ്പർ. അങ്ങനെ അവിടെ അടിപൊളിയായി സന്തോഷിച്ച് കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം നമ്മൾ ചുരം ഇറങ്ങി എന്ന് പറഞ്ഞാൽ വലിയ ചുരമൊന്നും അല്ല, എങ്കിലും ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന്. പിന്നെ നല്ല രസം, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു അടിപൊളി യമനി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്.
ഒരു വെറൈറ്റി ഫുഡ്. എല്ലാം കഴിഞ്ഞ് ഇനി അറ്റാക്കിംഗ് ആണ്. പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്, അമ്മാതിരി വലിയ വലിക്കുന്ന ഈ സാധനം ഇപ്പൊ തീരും. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പെട്ടുമല്ലോ. ഇതാ കഴിഞ്ഞു. ഇതാണിത് കണ്ടില്ലേ, ഒരു സാധനം കൊണ്ടത് ഇത് കടിപിടി കൂടിയിട്ട് എനിക്ക് വയ്യണ്ട്. തീർന്ന്. ഇത് എന്താ ഇതിന്റെ പേരെന്തായി സാധനത്തിന്റെ? ജിബിന ടമാത്തം ബൈല് ഇപ്പൊ തീരും. ഇവിടെ കൊറേ ഫ്രൈം പാന് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഫ്രൈം പാന് മൊത്തം കാലിയാ. നോക്കിക്കളി, എല്ലാം കാലിയാ, എല്ലാം കാലിയാ.